ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അതിനു മുൻപ് എൻ്റെ കഥ കേട്ട് ഇഷ്ടമുള്ള കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നലെ അവസാനിപ്പിച്ച് വെച്ചത് 2 ഭാഗങ്ങളാണല്ലോ. ഒന്ന്, ശ്രുതി അമ്മയാണെന്നുള്ള കാര്യം ആദ്യമേ തിരിച്ചറിയുന്നത്. രണ്ടാമത്തത്, മീരയുടെ വീട്ടിൽ ബീരാനൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് രേവതി ആ മണം തിരിച്ചറിയണത്. അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഇന്നലെ കഥ, 2 ത്രില്ലിങ് ക്ലൈമാക്സ് ആയിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ രേവതി പറയുന്നുണ്ട്, എന്താ നല്ലൊരു മണം വരുന്നുണ്ട്, ഓംലെറ്റിൻ്റെ മണം. അപ്പം മീര പറയുന്നുണ്ട്, അല്ല ഇത് ഇവിടുന്നല്ല, അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന്, പൂവാലിൻ്റെ വീട്ടിൽ നിന്ന്. അവർക്ക് അല്ല മീര ഇവിടുന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് രേവതി തർക്കിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല പറയുന്നുണ്ട്. അപ്പോൾ രേവതിയോട് പറഞ്ഞു, നീ മാല കെട്ടിക്കഴിഞ്ഞില്ല ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയാം. ശരി പറഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മീര അടുക്കളയ്ക്ക് വരുമ്പോൾ ബീരാൻ അവിടെ ഉണ്ട്. നിങ്ങളിത് എന്ത് ഭാവിച്ചിട്ടാണ്, നിങ്ങൾ ഓംലെറ്റൊക്കെ തിന്നിട്ട് ഇവിടുത്തെ പുള്ളി, നിങ്ങൾ എന്നെ കുരുതിക്ക് കൊടുക്കല്ലേ ബീരാനിക്ക പറയാണ്. ഞാൻ എങ്ങനെ പോവും ശ്രുതി, എൻ്റെ ചെരുപ്പ് കിടക്കുന്നത് പുറത്തുനിന്നൊരു കാര്യം ഞാൻ കൂടെ പോയി പുറത്തുനിന്ന് ചെരുപ്പെടുത്ത് അകത്തേക്ക് കയറിയിട്ട് വീണ്ടും അടുക്കള വഴി പോകാൻ പറയാം. എൻ്റെ ബീരാനിക്ക നിങ്ങൾ ഇത്രയും മണ്ടനാണോ, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് ചെരുപ്പ് എടുക്കുക എന്നൊക്കെ പറയണേ. ഈ സംസാരം മുഴുവൻ രേവതിക്ക് എൻ്റെ സംസാരം ക്ലിയർ ആയില്ല, പക്ഷേ ആ ശബ്ദം കേൾക്കണ്ട. ശബ്ദം കേൾക്കുമ്പോൾ രേവതി ആലോചിക്കുകയാണ്, ഈ ശബ്ദം എനിക്ക് നല്ല കേട്ടുപരിചയമുള്ള ശബ്ദമാണല്ലോ, ഇത് ഞാൻ കേട്ടിട്ടുള്ള ശബ്ദമാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് രേവതി പറയും, ഇത് ശ്രുതിയുടെ ചിറ്റപ്പൻ്റെ ശബ്ദമല്ലേ എന്നിങ്ങനെ ആലോചിക്കണം. എന്നിട്ട് രേവതി അടുക്കളയിലേക്ക് വരുന്ന സമയം കൊണ്ട് വീരാനെ പുറത്താക്കി അടുക്കളയുടെ വാതിലടച്ച് തിരിയുമ്പോൾ രേവതി അടുക്കളയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആരെ അവിടെ വർത്താനം പറഞ്ഞ മീര നിന്നോട് ചോദിക്കുമ്പോൾ അത് അപ്പുറത്തെ വീട്ടിലെ പൂവാലിൻ്റെ അച്ഛനാ, സംസാരിക്കാൻ വേണ്ടി വന്നതാ പറഞ്ഞു. ഒരു വിധം ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് കുടിക്കായോ? ഇനി ഒന്നും വേണ്ട മീര, എനിക്ക് നീ ഒന്നും ഉണ്ടാക്കണ്ട, ഇപ്പം തന്നെ ലേറ്റായി. ആദ്യമം പാവ അവിടെ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, നിനക്ക് പൈസ വേണ്ടേ ഇതൊക്കെ? എന്താ ശരി, പൈസ ആയോ പറയും. അങ്ങനെ മീര പൈസ എടുക്കാൻ പോകണു, രേവതിക്ക് പൈസ കൊടുക്കണു. രേവതി നീ ഇടയ്ക്കിടയ്ക്ക് വരണട്ടോ ഇങ്ങോട്ട്. പിന്നെന്താ വരാലോ പറഞ്ഞിട്ട് രേവതി യാത്ര പറഞ്ഞു പോകുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, മീര മനസ്സിൽ വിചാരിക്കുകയാണ്, ശ്രുതി പറഞ്ഞ പോലെ ഒന്നുമല്ല, രേവതി പാവാണ്, ഇങ്ങനെ നല്ലവളാണ് എന്നൊക്കെ മീര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ആദ്യമായിട്ട് സ്പെൻഡ് ചെയ്യാണ് ശ്രുതി. അത് കഴിഞ്ഞിട്ട് ആദ്യം പറയാണ് ശ്രുതിയോട്, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ അമ്മയെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ വരാൻ പറ്റില്ല മോനെ, അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയണം. എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്തമ്മ സ്കൂളിൽ എല്ലായിടത്തും എല്ലാവരും കളിയാക്കാറുണ്ട്, അമ്മ എൻ്റെ കൂടെ സ്കൂളിലേക്ക് ഒന്ന് വരും, എൻ്റെ കുട്ടികളുടെ മുമ്പിൽ അമ്മയൊന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാനെന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, ഇപ്പോഴൊന്നും പറ്റില്ല ആദ്യം, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. അപ്പോൾ ആദ്യം പറയാണ്, എനിക്ക് അമ്മയെ കിട്ടിയെന്നുള്ള സന്തോഷം എനിക്ക് എല്ലാവരോടും പറയണ്ടേ അമ്മേ പറയുമ്പോൾ ശ്രുതി പറയും, ഒരിക്കലും ഇപ്പം പറ്റില്ല മോനെ, അമ്മയ്ക്ക് അമ്മേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ നിഷ്കളങ്ക മനസ്സിലാ കുരുന്നും പറയാണ്, ഞാൻ വികൃതിരിക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് പ്രശ്നങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറുമ്പൊന്നും കാണിക്കില്ല, ഞാൻ വഴക്കിനൊന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് പാവം നിഷ്കളങ്കനായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്, അവൻ്റെ അമ്മേനെ അവൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി പറയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല മോനെ, ഇത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് വലിയ വലിയ പ്രശ്നങ്ങളാണ്, ഞാൻ വരാം ഒരു ദിവസം എൻ്റെ മോൻ്റെ അമ്മയായിട്ടും ഒക്കെ വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒരു ദിവസം പറയാം, പക്ഷേ ഒരു കാര്യമുണ്ട് മോൻ, അതുവരെ എന്നെ ആരുടെ മുമ്പിൽ വെച്ചിട്ട് അമ്മയെന്ന് വിളിക്കരുത് പറയണം. അപ്പോൾ ആദ്യം പറയണം, അതെന്താ അമ്മ അങ്ങനെ വിളിക്കരുത് ആദ്യം, അതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ കുട്ടിയായി നിനക്കത് മനസ്സിലാവില്ലേ പറയുമ്പോൾ അവൻ പറയണം, സത്യമായിട്ട് ഇത്രയും ദിവസം ആൻറ്റിയായിട്ടും ഞാൻ എൻ്റെ ആൻറ്റിയാന്ന് ആരോടും പറഞ്ഞില്ലല്ലോ, ഇനി ഞാൻ എൻ്റെ അമ്മയാന്ന് ആരോടും പറയില്ല കേട്ടോ, അമ്മ വിഷമിക്കണ്ടെന്ന് പറയണം. അത്രയും സ്നേഹമാണ് ആ കുട്ടിക്ക്, ആ കുട്ടിയുടെ അമ്മയോട്. ഇതൊക്കെ കേട്ടിട്ട് പൊട്ടിക്കറിയാണ് ശ്രുതിയുടെ അമ്മ വിമല. അപ്പോൾ ഇനി നിങ്ങൾ വാ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഹോട്ടലിൽ എവിടെയെങ്കിലും റൂം എടുത്ത് തരാം, നാളെ അവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതി, എല്ലാവരും വരുന്നേരത്തിൽ മുന്നേ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇവരേനെ പുറപ്പിടിച്ചിട്ട് ഇറങ്ങാം. ഹാളിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വണ്ടി വന്നിക്കണ ശബ്ദം കേൾക്കുമ്പോൾ ശ്രുതി ജനലിൽ കൂടെ നോക്കുമ്പോൾ അത് സച്ചിയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ പോക്ക് നടക്കില്ല, നിങ്ങൾ വേഗം റൂമിലേക്ക് കൊണ്ടുപോയി, ബാഗൊക്കെ കൊണ്ട് ഇവരേനെ വീണ്ടും റൂമിലേക്ക് വിട്ടിട്ട് സച്ചി കയറി വരുമ്പോൾ വിമലയും കുട്ടിയും കൂടിയിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സച്ചി ചോദിക്കും, എന്താ ആൻറ്റി ഇവിടെ ഇരിക്കണേ? ഒന്നുമില്ല സച്ചി പറയാണ്. അപ്പോൾ സച്ചിയോട് ചോദിക്കാൽ, എന്ത് സച്ചി മോനെ, നിനക്ക് ഇതുണ്ടായിരുന്നല്ലോ, നിനക്ക് ഹോട്ടലുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്ത് തിരിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവിടെ പോയിട്ട് കുറേ വിളിച്ചു ആൻറ്റി, പക്ഷേ അവർ ഫോൺ എടുക്കണില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നു, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എവിടേക്കും പോകണില്ലെന്ന്, ഞാൻ ആദ്യയുടെ കൂടെ ഇരിക്കുകയാണെന്ന് പറയണം.
അപ്പോൾ ഇത് കേട്ടിട്ട് വിമലയ്ക്കുള്ള ചായയായിട്ട് ശ്രുതി വരികയാണ്. പാർലറായിട്ട് ഇന്ന് പോയില്ലേ, നീ എന്താന്ന് പോവാഞ്ഞ ചോദിക്കുകയാണ്. എന്താ ഞാൻ പോണത് സമയമൊക്കെ നിന്നെ അറിയിക്കണം എന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല നീ രാവിലെ നേരത്തെ നീറ്റ് പോവാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ പോകും, നീ ആരാ ചോദിക്കാന്നൊക്കെ. പാർലറായിട്ട് രാവിലെ തന്നെ എന്നോട് കൊമ്പുവർക്ക് ഒരുങ്ങിയേക്കാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ എന്ന് പറയണം. അല്ല ഞാൻ ചോദിച്ചെന്നല്ലോ, നീ പോയാലും പോയില്ലല്ലോ, എനിക്കൊന്നുമില്ല എന്ന് പറയണം. എന്നിട്ട് ആദ്യയോട് പറയാണ്, മോന് നല്ലൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് തോന്നുന്നുണ്ട്, അടിപൊളി ഫ്രൈഡ് റൈസാണ്, മോനത് കഴിച്ച് നോക്കണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ വിമല പറയും, ശരി സച്ചി ഞാൻ കൊടുത്തുള്ള സച്ചി, നിനക്ക് ഇനി ഓട്ടം വന്നാലും നീ പോണെങ്കിൽ പൊക്കോ എന്ന് പറയുമ്പോൾ പറയും, ഇല്ല എൻ്റെ ഇനിയിപ്പോൾ ഞാൻ എവിടേക്കും പോകില്ല പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് നീട്ടി പോവാൻ. അകത്തേക്ക് നീറ്റ് പോകുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഇവരൊക്കെ എന്തിനാ അവനിങ്ങനെ സ്നേഹിക്കണം, എനിക്കിതൊന്നും സഹിക്കണില്ല എന്നൊക്കെ പറയണം ശ്രുതി. ഞാൻ എന്താ ചെയ്യുക മോളെ, അവരുടെ സ്നേഹം കണ്ടില്ലേ, രേവതിക്കും ആദ്യം എന്ന് വെച്ചാൽ ജീവനാന്ന് പറയുമ്പോൾ ആദ്യം പറയും, നമുക്കിന്ന് ഇവിടെ നിൽക്കാമല്ലേ അമ്മേ, അപ്പോൾ നമുക്കിന്ന് രേവതിൻ്റെ കൂടെ നിൽക്കാമല്ലോ. അപ്പോൾ ശ്രുതി പറയും, നീ എന്തിനാ രേവതിനെ ഇങ്ങനെ സ്നേഹിക്കണം, ഞാനല്ലേ നിൻ്റെ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിമല പറയും, മോനെ അമ്മ എന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് റൂമിൽ പോയിട്ട് അവന് ഫ്രൈഡ് റൈസ് കൊടുക്കാണ്ട് വിമല എടുക്കുന്ന സമയത്ത് ശ്രുതി പറയണം, അമ്മേ ഞാൻ കൊടുക്കാവനെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഫ്രൈഡ് റൈസ് എടുത്തിട്ട് ആദ്യക്ക് വാരി കൊടുക്കുന്ന സമയത്താണ് സത്യങ്ങളെല്ലാം പൊളിയില്ലേ എന്നുള്ള അവസ്ഥയിൽ വാതിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരുന്ന സച്ചി അവരുടെ വാതിലിൻ്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകേണ്ടെന്ന സച്ചി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ റൂമിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആദ്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ശ്രുതിയെയാണ്. അത് കാണുന്നതോട് കൂടിയിട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന സച്ചിയിലാണ് ഇന്നത്തെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായിട്ട് നാളെ വരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക്